കഥമ പ്രേക്ഷകർ ഏവർക്കും നമസ്കാരം. നവരാത്രിയുടെ ആദ്യത്തെ 3 ദിവസങ്ങളിൽ പാർവതി ദേവിയെയും 4, 5, 6 ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയെയും 7, 8, 9 ദിവസങ്ങളിൽ സരസ്വതി ദേവിയെയുമാണ് പൂജിക്കേണ്ടത്. നാളെ നവരാത്രിയുടെ 4ാം ദിവസമാണ്. നിങ്ങൾ നവദുർഗയെയാണ് ആരാധിക്കുന്നുവെങ്കിൽ നാളെ നവദുർഗയുടെ അംശമായ കുഷ്മാണ്ഡ ദേവിയെയാണ് ആരാധിക്കേണ്ടത്. കുഷ്മാണ്ഡ ദേവി ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ അമ്മയാണ്. കുഷ്മാണ്ഡ ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം ശിവനെയും ബ്രഹ്മാവിനെയും തൊഴണം എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കുഷ്മാണ്ഡ ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ വെള്ള നിറത്തിലുള്ള പൂക്കൾ അർച്ചിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിവേദ്യമായി തൈരോ പാലോ വെച്ച് പൂജിക്കാവുന്നതാണ്. അഥവാ അംബികയുടെ അംശത്തെയാണ് നിങ്ങൾ തൊഴുന്നത് എങ്കിൽ നാളെ നവരാത്രിയുടെ 4ാം ദിവസം ശ്രീ മഹാലക്ഷ്മിനെയാണ് പൂജിക്കേണ്ടത്. ദേവിക്ക് അർച്ചിക്കേണ്ട പൂവ് ജാതിമല്ലി. നാളെ നൈവേദ്യമായി വെക്കേണ്ടത് കദംബം ചോറോ പട്ടാണി ചുണ്ടലോ. അതിനോടൊപ്പം കൊയ്യാപ്പഴം വെച്ച് പൂജിക്കുന്നത് നല്ലതാണ്. നാളെ നിങ്ങൾ അണിയേണ്ട വസ്ത്രത്തിൻ്റെ നിറം കരിനീല കളറായാൽ നന്ന്. ആലാഴി കടഞ്ഞപ്പോഴല്ലേ ശ്രീ മഹാലക്ഷ്മി വന്നത്. ലക്ഷ്മി ദേവിയെ ഭഗവാൻ നാരായണൻ തൻ്റെ നെഞ്ചിലേറ്റിയാണ് നടക്കുന്നത്. നമ്മൾ ലക്ഷ്മി അമ്മയെ പൂജിക്കുമ്പോൾ നമുക്ക് ലക്ഷ്മി കടാക്ഷവും കിട്ടും, ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹവും കിട്ടും. ഇപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും അവരവരുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാൻ മറക്കരുതേ. എല്ലാവർക്കും സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.